സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 4ാം ക്ലാസ് അഖീദ പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ പാഠങ്ങൾ നമ്മൾ പഠിക്കണം, ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നീ പ്രധാന വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന മോഡൽ ചോദ്യപേപ്പർ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് മദ്രസകളിൽ കുട്ടികൾക്ക് സമസ്ത നേരിട്ട് നടത്തിയ പേപ്പറാണ്. അതുകൊണ്ട് ചോദ്യം വരുന്ന രൂപവും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഒന്നാമത്തെ നിങ്ങൾക്ക് കാണാം, ശരിക്ക് ശരി അടയാളം നൽകാം എന്നുള്ളതാണ്. 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾക്ക് നേരെയും 3 ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പുറവും ഇപ്പുറമൊക്കെ നല്ലോണം നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ടിക്ക് ഇടാൻ പാടൂ, ശരി അടയാളപ്പെടുത്താൻ പാടൂ. കാരണം പകുതിയും അറബി ആയിരിക്കും. അതിൻ്റെ മലയാളവും അർത്ഥവും ഒക്കെ കൃത്യമായി ശരിയാണോ, യോജിച്ചു വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം തിരഞ്ഞെടുക്കുക. ഇവിടെ ഒന്നാമത്തത് വുജൂദ് എന്നാണ്. വുജൂദ് എന്നതിനോട് യോജിച്ചു വരുന്നത് ഏതാണ്? ഉള്ളവനായിരിക്കൽ എന്നതാണ്. രണ്ടാമത്തത് ഖിയാമും ബിൻ നഫ്സ്. നഫ്സ് എന്ന് പറഞ്ഞാൽ സ്വയം, ശരീരം എന്നൊക്കെ അർത്ഥമുണ്ട്. ഖിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിൽ ഖിയാമ് കഴിവുള്ളവൻ നിൽക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഖിയാമും ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുക എന്നാണ്. സ്വയം നിലനിൽക്കുക എന്നാണ്. ഇനി മൂന്നാമത്തത് കുതിറത്ത്. പലപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട്, എനിക്കൊരു കുതിറത്തും ഇല്ല, അഥവാ നിനക്കൊരു കഴിവ്. അപ്പോൾ അവിടെ കഴിവ്, അപ്പോൾ നമ്മൾ കുതിറത്തില്ല എന്ന് പറയുന്നത് എന്താണ്? കഴിവ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ ആ പ്രയോഗം ഇവിടെ മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ കുതിറത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി സം എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾവിയാണ്. അപ്പോൾ കേൾവിയാണ് നമ്മളതിന് തിരഞ്ഞെടുക്കേണ്ടത്. അഞ്ചാമത്തത് ഇറാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദേശിക്കൽ എന്നാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 4ാം ക്ലാസ്സിലെ അഖീദയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ, മുഴുവൻ മാർക്കും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ, അതിന് നേരെ എതിരായി വരുന്ന മുസ്തഹിലായ സിഫത്തുകൾ. അപ്പോൾ വാജിബായ സിഫത്തുകളുടെ അറബി, അതിൻ്റെ അർത്ഥം. മുസ്തഹിലായ സിഫത്തുകൾ അതിൻ്റെ നേരെ എതിര് വരുന്നതാണ്. അതിന് ചിലതിന് അറബിയിൽ മാറ്റമുണ്ട്. അപ്പോൾ മുസ്തഹിലായ സിഫത്തിൻ്റെ അറബിയും പഠിക്കുക, അതിൻ്റെ അർത്ഥവും പഠിക്കുക. പിന്നെ അള്ളാഹ്ക്ക് ജായിസായ ഒരു സിഫത്തേ ഉള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം എന്ന ആശയത്തിൽ വരുന്ന ജായിസായ ഒരു സിഫത്ത്, അതും പഠിച്ചു വെക്കുക. അല്ലാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ പകുതിയിലേറെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സമയമുണ്ട്, രാത്രി അല്പം വൈകി ഉറങ്ങിയാലും അത് നമ്മൾ പഠിച്ചിട്ടേ പോകാവൂ. ഇനി രണ്ടാമത്തിലേക്ക് വരുമ്പോൾ, താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നതാണ് എന്ന് കണ്ടെത്താനാണ്. ഒന്നാമത്തത് ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു ഒരുവനാണെന്ന് നബിയെ തങ്ങൾ പറയുക. അപ്പോൾ ഒരുവനാണ് എന്നറിയിക്കുന്നത് ഏതാണ്? വഹ്ദാനിയത്താണ്. വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അപ്പോൾ ചില വാക്കിൻ്റെ മറ്റുള്ള വേർഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിലൂടെ നമുക്കിതിനെ ഓർത്തെടുക്കാൻ കഴിയാം. അപ്പോൾ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്നാണെന്ന് നമുക്കറിയാം. അതറിയുന്ന ഏതൊരാൾക്കും വഹ്ദാനിയത്ത് പഠിക്കാനൊരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ കുൽഹു അള്ളാഹു അഹദ്, അള്ളാഹു ഒരുവനാണ് എന്നുള്ളതിനോട് യോജിച്ചത് വഹ്ദാനിയത്താണ്. ഇനി അള്ളാഹു സമദ്, അള്ളാഹു നിരാശ്രയനാണ്, ഒന്നിലേക്കും ആശ്രയമില്ല, അഥവാ സ്വന്തമായി തന്നെ നിൽക്കാൻ കെൽപ്പുള്ള ആളാണ്. അപ്പോൾ അത് പറയുമ്പോൾ അതിനോട് യോജിച്ചത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഖിയാമുൻ ബിൻ നഫ്സ്, സ്വയം നിൽക്കാൻ കഴിയുന്നയാളാണ് അള്ളാഹു. ഇതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. പാഠഭാഗത്തിൽ പറഞ്ഞ പ്രധാന വിഷയങ്ങളാണ്, ഓർമ്മയിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് മൂന്നാമത്തതൊന്ന് വായിച്ചു നോക്കാം. വിപരീതം എഴുതാം എന്നതാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തും മുസ്തഹീലായ സിഫത്തും പഠിക്കുക എന്നുള്ളത്. ഹയാത്ത് ജീവൻ, അതിൻ്റെ വിപരീതം നമുക്കൊക്കെ അറിയാം. മലയാളത്തിൽ ചോദിക്കുമ്പോൾ നമുക്കറിയാം ജീവൻ, മരണം. അപ്പം മരണം എന്നുള്ളതിൻ്റെ അറബിയാണ് അവിടെ വരേണ്ടത്, മൗത്ത്. ഇനി കേൾവിയാണ്. എന്ന് പറഞ്ഞാൽ കേൾവി. അപ്പോൾ കേൾവിയുടെ മലയാളം നമുക്കറിയാം, ചെവിട് കേൾക്കാത്തവൻ, പിന്നെ അതുപോലെ തന്നെ കേൾവിയില്ലാത്തവൻ.
അത് അറബിയിൽ വരണം സ്വമമ് എന്നാണ്, കേൾവി ശക്തി ഇല്ലാത്തവൻ. ഇനി അടുത്തത് അഞ്ചാമത്തത് മുഖാലഫത്തുല്ലിൽ ഹവാദിസി, സൃഷ്ടികളോട് എതിരാവുക. അപ്പോൾ അള്ളാഹു പടച്ചതാണ് ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളും. അപ്പോൾ ആ സൃഷ്ടികളോട് ഒരിക്കലും തന്നെ അള്ളാഹുവിനിക്ക് തുല്യത ഉണ്ടാവാൻ പാടില്ല. എല്ലാ നിലക്കും സൃഷ്ടികളോട് അള്ളാഹു തആല എതിരാവണം. മനുഷ്യന് കാണാൻ കഴിയും, അള്ളാഹ്ക്കും കാണാൻ കഴിയും. പക്ഷേ മനുഷ്യൻ്റെ കാഴ്ച വളരെ പരിധിയുള്ളതാണ്. പക്ഷേ അള്ളാഹുവിൻ്റെതാണെങ്കിലോ പരിധിക്കപ്പുറത്താണ്, അതിർത്തി നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ മുഖാലഫത്തുല്ലിൽ ഹവാദിസി, സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവുക. അപ്പോൾ അതിൻ്റെ എതിര് മലയാളത്തിൽ വരുമ്പോൾ സൃഷ്ടികളോട് എല്ലാ നിലക്കും തുല്യമാവുക എന്നതാണ്. അത് അള്ളാഹ്ക്ക് ഉണ്ടാവാനും പാടില്ല. മുമാസലത്തുല്ലിൽ ഹവാദിസ് എന്നാണത്. ഇനി അടുത്തത് കലാം, സംസാരം. അപ്പോൾ സംസാരശേഷി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ മലയാളം. അതിന് അറബിയിൽ എന്താണ് പറയുക? ബക്കം എന്നാണ് പറയാം. കുദ്റത്ത്, കഴിവ്. അപ്പോൾ അതിൻ്റെ മലയാളം കഴിവില്ലായ്മ. അതിൻ്റെ അറബി എന്താണ്? അജ്സ് എന്നാണ്. കുദ്റത്ത്, അജ്സ്. ഇനി ഇൽമ്, അറിവ്. അറിവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താ വരിക? വിവരമില്ലായ്മ, അറിവില്ലായ്മ. അപ്പോൾ ഇൽമ് ജഹിലാണ് വിവരമില്ലായ്മ, അറിവില്ലായ്മ എന്നതിൻ്റെ അറബി. വളരെ എളുപ്പമുള്ളതാണ്. അതിന് ഞാൻ പറഞ്ഞ രൂപത്തിൽ വാജിബായ സിഫത്തും മുസ്തഹിലായ സിഫത്തും മുഴുവനായി പഠിക്കുക എന്നതാണ്. ഇനി നാലാമത്തത് പൂരിപ്പിക്കാമെന്ന ചോദ്യമാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ പാഠം നന്നായി വായിക്കുന്നവരായിരിക്കണം. അപ്പോൾ എല്ലാ പാഠങ്ങളും നന്നായി വായിക്കുക. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒന്ന്, അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്നാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത്. രണ്ട്, അള്ളാഹുവിന് തുല്യമായ ഒരു വസ്തുവും ഇല്ല. അപ്പോൾ അള്ളാഹ്ക്ക് തുല്യമായി അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറെ വസ്തു ഇല്ല. മൂന്നാമത്തത്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാവില്ല. നാല്, ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ആരാകുന്നു? ഹയ്യാകുന്നു. ജീവിക്കുക എന്ന സിഫത്ത്, വിശേഷണമുള്ള അള്ളാഹു ആരാകും? ജീവിക്കുന്നവനാകും, ജീവിച്ചുകൊണ്ടിരിക്കുന്നവനാകും. ബസർ, കാണുക എന്ന വിശേഷണമുള്ള, അതിൻ്റെ സിഫത്തിൻ്റെ മലയാളമാണ് വിശേഷണം. കാണുക എന്ന വിശേഷണമുള്ള അള്ളാഹു ആരാകും? ബസീറാകുന്നു, കാണുന്നവനാകുന്നു. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിലൊക്കെ പ്രധാനം വാജിബായ സിഫത്തും മുസ്തഹിലായ സിഫത്തും തന്നെയാണ്. ഇനി അഞ്ചാമത്തത്, വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്തിട്ടുണ്ടാകുമെന്നറിയാം. ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലാഹോ, താങ്ക്സോ, ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അഞ്ചാമത്തത്, അർത്ഥം എഴുതാം എന്ന ചോദ്യമാണ്. ഒന്നാമത്തത്, കൗനുഹു കാരിഹൻ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇല്ലാത്തവനാവൽ. അള്ളാഹുവിൻ്റെ മുസ്തഹിലായ സിഫത്തിൽപ്പെട്ടതാണ് കൗനുഹു കാരിഹൻ, ഉദ്ദേശം ഇല്ലാത്തവനാവൽ. ഇനി രണ്ട്, കൗനുഹു അസൊമ്മ. എന്താണ്? കേൾവി ഇല്ലാത്തവനാവൽ. അതും അള്ളാഹുവിൻ്റെ മുസ്തഹിലായ, ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തിൽപ്പെട്ടതാണ്. മൂന്ന്, ഫിഅലു കുല്ലി മുംകിനിൻ ഔ തെർക്കുഹു. ഉണ്ടാക്കാവുന്ന ഏതൊരു കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അള്ളാഹ്ക്ക് ചെയ്യാം. അള്ളാഹ്ക്കിപ്പോൾ ചെയ്തോളണമെന്നോ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടാനുസരണം ചെയ്യാം. അത് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്തിൻ്റെ അറബിയാണ്. അതും കൂടെ നോട്ട് ചെയ്യുക. ഇനി ആറാമത്തത്, ഉത്തരം എഴുതാം എന്നൊരു ചോദ്യം. ഒന്ന്, മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്തെന്നാണ്? അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് മുസ്തഹിലായ സിഫത്ത്. അത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. ഇനി അടുത്തത് ഏഴാമത്തതാണ്, സിഫത്തുകളിൽ വാജിബിന് ശരിയിടണം, മുസ്തഹീലിന് തെറ്റൂടണം. അജിസ്, കഴിവില്ലായ്മ, ഏതാണ്? മുസ്തഹീലായ സിഫത്താണ്. അതുപോലെ തന്നെ ബക്കമ് എന്ന് പറയുമ്പോൾ സംസാരശേഷി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് മുസ്തഹീലാണ്. ഫനാ എന്ന് പറയുന്നത് നാശം. അള്ളാഹ്ക്ക് നാശം സംഭവിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതും മുസ്തഹീലാണ്. ഇനി കലാം, സംസാരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്കുള്ളതാണ്, വാജിബായ സിഫത്താണ്. ഇനി അടുത്തത് സ്വമം എന്ന് പറഞ്ഞാൽ കേൾവി ഇല്ലാത്തവനാവുക. അത് അള്ളാഹുവിനിക്ക് യോജിച്ചതല്ല, മുസ്തഹീലാണ്. ഇറാദത്ത്, അള്ളാഹു ഉദ്ദേശിക്കുന്നവനാണ്. കുദ്റത്ത്, കഴിവുള്ളവനാണ്. അത് രണ്ടും മുസ്തഹീലാണ്. ഇഹ്തിയാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആശ്രയിക്കുന്നവനാണ്. മറ്റൊന്നിലേക്ക് അള്ളാഹുവിനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഉണ്ടോ? ഇല്ല. അള്ളാഹ്ക്ക് ഒന്നിലേക്കും ആവശ്യമില്ല.
അപ്പോൾ ഇഹ്തിയാജ് എന്നുള്ളത് അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ വാജിബ് മുസ്തഹിൽ എന്നുള്ളതിനെ നമ്മൾ വേർതിരിച്ചു. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. 4 പാഠങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളൂ. എല്ലാ ഭാഗവും നന്നായി പഠിക്കുക. അതിൽ പ്രത്യേകിച്ച് വാജിബ് മുസ്തഹീലായ സിഫത്തുകൾ ഉറപ്പായും നമുക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ ചെയ്യുക, ലൈക്ക് കൊടുക്കാൻ വിട്ടവർ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഇതുപോലെ ഇനി കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിലൊക്കെ നടന്ന ഓരോ വിഷയത്തിൻ്റെയും വീഡിയോ അതാത് പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് നഷ്ടമാവാതിരിക്കട്ടെ. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.